ഇത് ഏത് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഇതൊരു അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനം, ഒരു ഡാം, അത് പൊട്ടി ഇവിടെ അപകടമൊക്കെ ഉണ്ടായി, ആളുകൾ മരിച്ചുപോയാൽ പിന്നെ ഇവിടെ എന്ത് ബാങ്കാണുള്ളത്, എന്ത് വോട്ട് ബാങ്കാണുള്ളത്? ഇത് മാനുഷികമായ വിഷയമാണ്, ഇത് മനുഷ്യൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു വോട്ട് വാങ്ങിക്കുന്നില്ല, ഇതെന്തോ ഇതിൻ്റെ പിന്നിൽ എന്തോ തന്ത്രങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ ഇത്രയും ആശങ്കപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടത്തിന് എന്താ കഴിയാതെ പോകുന്നത്? അത് ഭരിക്കുന്ന ഗവൺമെൻറ് മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷം ആരാണ് ഇതിനുവേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പ്രശ്നത്തെ പരിഹരിക്കാമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനായിട്ട് ബലമുള്ള, കരുത്തുള്ള ഒരു പ്രതിപക്ഷം ഈ നാട്ടിലില്ലാതായി മാറിയിരിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടി ഇവിടെ ആരും ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇന്നലെ ആണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി പ്രസ്താവന ഇറക്കിയത്. ഇതിൻ്റെ ചുവട്ടിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കും എന്ന് ആകുലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആകുലതയാണോ പ്രശ്നപരിഹാരത്തിന് അനിവാര്യമായിട്ടുള്ളത്? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി അവർ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഈ വിഷയത്തിൻ്റെ അകത്ത്. ഇതാരും അറിയാത്തൊരു പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് പുറലോകം അറിയാത്ത വാർത്തയൊന്നുമല്ലല്ലോ. ഇത് ഇത്രയും കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതാരോ പറഞ്ഞു കേട്ടിട്ട് വെറുതെ അങ്ങ് ആശങ്കപ്പെടുകയാണ്. ഇതിൻ്റെ ചുവട്ടിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്? മനുഷ്യൻ്റെ ജീവന് സുരക്ഷ വേണ്ടേ? ആരാണ് പറയുന്നത്? നാട്ടിലെ മനുഷ്യരല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് പ്രതിനിധിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയാണ് പറയുന്നത്. അപ്പോൾ ഈ ആശങ്കപ്പെടലോ ഈ സഹതാപ വാക്കൊന്നും അല്ല ഈ നാട്ടിൽ അനിവാര്യമായിട്ടുള്ളത്. ഇത് അടിയന്തര പ്രാധാന്യത്തിൽ ഇടപെടലുണ്ടാകണം. ഇവരുടെ സ്വാധീനങ്ങൾ മുഴുവൻ ഉപയോഗിക്കണം. ഇതിൻ്റെ അകത്ത് ഇടപെടലുണ്ട്. ഇനി എങ്ങനെ ഇടപെടണം? ഇപ്പം ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്, കേരള ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത് പുതിയ ഡാം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാടെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അത് ഒരു ശാശ്വതമായ പരിഹാരം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതാണോ അനിവാര്യമായിട്ടുള്ളത്? ഒരു ഡാം പണിയണമെങ്കിൽ അത് ഏത് സർക്കാരിൻ്റെ കാലത്താണ് പണി പൂർത്തിയാക്കാൻ പറ്റുക? ഇത് ഇന്ന് തുടങ്ങി നാളത്തെ കഴിഞ്ഞ് തീരുന്ന സംവിധാനമാണോ ഒരു പുതിയ ഡാം എന്ന് പറയുന്നത്? പുതിയ ഡാമാണ് ശാശ്വതമായ പരിഹാരം. പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ ദുർഘടമായ ഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട്, ഞങ്ങളുടെ തീരുമാനം, ഞങ്ങൾ അതിനുള്ള ചർച്ചയിലാണ്, അതിൻ്റെ പേപ്പർ വർക്കിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ തീരുമാനം പുതിയ ഡാമാണെന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അടിയന്തര പ്രാധാന്യത്തോട് ചെയ്യേണ്ടത് എന്താണ്? പരമാവധി ജലത്തിൻ്റെ സംഭരണശേഷിയിൽ ആ ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. പരമാവധി കുറയ്ക്കുക, ഈ ഡാമിൻ്റെ മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് അനിവാര്യമായിട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും വഴിക്കൂടെ തമിഴ്നാടിന് വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന വേറെ മാർഗങ്ങളുണ്ടോ എന്ന് ദ്രുതഗതിയിൽ ചർച്ച ചെയ്യണം. അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയണം. എന്നിട്ട് വലിയ കാലവിളംബം കൂടാതെ പുതിയ ഡാം പണിയാനായിട്ട് ശ്രമിക്കണം. അതല്ലേ ഉണ്ടാകേണ്ടത്. അല്ലാണ്ട് ഞങ്ങളുടെ തീരുമാനം പുതിയ ഡാമാണ്, ഞങ്ങൾ ജനത്തിൻ്റെ കൂടെയാണ്, ഞങ്ങളൊക്കെ ജനത്തിനിടയിൽ ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് സഹതാപ തരംഗം ഉണ്ടാക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജൽപ്പനങ്ങളൊന്നും നമുക്കിനി വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി നടക്കുന്നൊരു സംവിധാനമൊന്നുമില്ല. പക്ഷേ നിവൃത്തികേട് കൊണ്ടാണ് പല തവണ ഇടുക്കിയിലെ പല വിഷയങ്ങളിലും, ഇവിടുത്തെ ഭൂപ്രശ്നങ്ങളിലോ വന്യജീവി പ്രശ്നങ്ങളിലൊക്കെ സമരത്തിനിറങ്ങാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്. ഇനി ഈ വിഷയത്തിനകത്ത്, മുല്ലപ്പെരിയാർ വിഷയത്തിനകത്തും മറ്റൊരു മാർഗ്ഗമില്ല. ഇനി ഒരു ജനകീയ സമരം അനിവാര്യമാണെന്ന സ്ഥിതിയിലേക്ക് വന്നാൽ അതിൻ്റെ അകത്ത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ നിർബന്ധിതരാകും. അതിന് ആ മാർഗത്തിലേക്ക് തന്നെ നമ്മൾ എത്തുകയും ചെയ്യും. ഇതിപ്പം ഇവിടുത്തെ രൂപതയുടെ വിഷയം മാത്രമല്ലല്ലോ, ഇവിടുത്തെ ക്രൈസ്തവരെ ബാധിക്കുന്ന വിഷയമല്ല, ഇത് പൊതു വിഷയമാണ്. ഇത് ഇവിടുത്തെ ആളുകളെല്ലാം ബാധിക്കുന്ന ഒരു പൊതു വിഷയം എന്ന നിലയ്ക്ക് ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് രൂപതാ സംവിധാനം മുന്നിലുണ്ടാകും.